അപ്പോൾ അസ്സലാമു അലൈക്കും. നമ്മളെ റിയ കുട്ടി പെട്ടെന്നാണ് വലുതായത്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് അവൾ മഞ്ഞളും കസ്തൂരി മഞ്ഞളും പിന്നെ മഞ്ഞളെണ്ണയൊക്കെ തേച്ച് അവൾ അരമണിക്കൂർ ഇരുന്ന് പിന്നെ അവളത് കുളിച്ചതിന് ശേഷം പിന്നെ അവൾക്ക് മുട്ടയും നാടൻ മുട്ടയില്ലേ, നാടൻ മുട്ടയും പിന്നെ നല്ലെണ്ണയും ഒരേ അളവിൽ അവൾക്ക് നല്ല മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. പിന്നെ അവൾക്ക് അരിഷ്ടങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അത് അവൾക്ക് കുടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവൾ ഛർദ്ദിക്കാൻ വരുന്നുണ്ടെന്നൊക്കെ പറയും. എന്നാലും മോളെ കുടിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുടിപ്പിക്കാറുണ്ട്. പിന്നെ ഒരു 11 മണിയോടെ ഒരു ഫ്രൂട്ടും ഒരു ജ്യൂസും അവൾക്ക് കൊടുക്കാറുണ്ട്. അതും അവൾ കുടിച്ചു കഴിഞ്ഞ് പിന്നെ അവൾക്ക് ഹെൽത്ത് മിക്സിൻ്റെ പൗഡർ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വൈദ്യരുടെ ഷോപ്പിൽ അത് പാക്കറ്റിൽ എല്ലാ ധാന്യങ്ങളും വറുത്തതാണ്. അപ്പോൾ നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് മിക്സിയിൽ പൊടിച്ചാൽ മതി. പിന്നെ ഈ കറുപ്പ് എള്ള്, കറുപ്പ് ഉഴുന്ന് അതിൽ ഐറ്റംസൊക്കെ ചെയ്ത് കൊടുക്കുക. കറുപ്പ് ഉഴുന്നിൽ എള്ളുണ്ട, പിന്നെ കുറുക്ക് അങ്ങനത്തെ ഒക്കെ ചെയ്ത് കൊടുക്കാനാണ് വൈദ്യർ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ 7 ദിവസം ഒരു 10 ദിവസമൊക്കെ ആടിൻ്റെ സൂപ്പിൻ്റെ ഇതൊക്കെയാണ് ഞങ്ങൾ കൊടുക്കാറ്. പിന്നെ ആ സൂപ്പ് വെള്ളമൊക്കെ അവൾ കുടിക്കും. പിന്നെ അത് മാക്സിമം അവൾ ഇഡ്ഡലി ദോശ അതിൻ്റെ കൂടെയൊക്കെ അവൾ കൂട്ടി കഴിക്കും. അപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നൈറ്റ് അവൾ ലേഹ്യം കുടിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൾ കുറേ ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയത്, അങ്ങനെ ഓരോ ദിവസം ഓരോന്ന്. പിന്നെ മെയിനായിട്ട് അവർക്ക് ഈ സമയത്ത് അയണും പ്രോട്ടീനുമാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ധാരാളം വെള്ളം കുടിക്കാൻ പറയുക, കൗൺസിലിംഗ് കൊടുക്കുക, കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവരെ പേടിപ്പിക്കരുത്. തന്നിട്ടുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ ഉടനെ പിന്നെ ഇപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് സ്ത്രീകൾക്കുള്ള കാര്യമാണ്. അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കും.